നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മുടെ ശരീരം വൈറസിനോടും അണുബാധകളോടും ഒക്കെ പോരാടാൻ ശക്തമാണോ? അതിനനുസരിച്ചുള്ള രോഗപ്രതിരോധ ശേഷി സംവിധാനം നമ്മുടെ ശരീരത്തിനുണ്ടോ? നമ്മുടെ രോഗപ്രതിരോധ ശേഷി സംവിധാനം ഇടയ്ക്കിടെ താറുമാറാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വർഷത്തിൽ 2-3 തവണ ജലദോഷം പിടിപെടുന്നത് മുതിർന്നവർക്ക് സാധാരണമാണ്. എന്നാൽ സ്ഥിരമായിട്ട് ജലദോഷം വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി ദുർബലമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പതിവായിട്ട് ജലദോഷം ഉണ്ടാകുന്നത് ന്യൂമോണിയ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിരന്തരം ജലദോഷം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. ജലദോഷം എത്ര തവണ ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല കണക്കിലെടുക്കേണ്ടത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലം രോഗബാധിതനാകുകയോ അല്ലെങ്കിൽ രോഗം സുഖപ്പെടുന്നതിന് സാധാരണയേക്കാൾ കൂടുതൽ സമയമെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണത്തിലെ ക്രമീകരണവും ബാലൻസ്ഡ് ഡയറ്റും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും കൃത്യമായ വ്യായാമവും എല്ലാം ചെയ്ത് ശരിയായിട്ടുള്ള ദിശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ ദുർബലമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയാണെങ്കിൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതായത് ഗ്യാസിൻ്റെ പ്രശ്നം, അസിഡിറ്റി, വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളുടെ രൂപത്തിൽ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവാണെന്ന് മനസ്സിലാക്കാം. ആരോഗ്യത്തിന് ഗുണകരവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല സുഖമായിട്ട് നടക്കുന്നതിനും നിരവധി സൂക്ഷ്മാണുക്കളെ നമ്മുടെ ദഹന വ്യവസ്ഥ ഉൾക്കൊള്ളുന്നുണ്ട്. വയറിൻ്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ ബാക്ടീരിയ, വൈറൽ അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഒന്ന് നന്നായിട്ട് വിശ്രമിക്കുക എന്നിട്ടും നല്ല ക്ഷീണം പിറ്റേ ദിവസം രാവിലെയും തോന്നുന്നുണ്ടെങ്കിൽ അതും ദുർബലമായ രോഗപ്രതിരോധ സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എനർജി ലെവൽ കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും സമ്മർദ്ദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗപ്രതിരോധ സംവിധാനം മോശമാവാനുള്ള ചാൻസ് കൂടുതലാണ്. സമ്മർദ്ദം ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ കുറയ്ക്കും, അതായത് വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് കുറയ്ക്കും. ഇത് പ്രതിരോധ ശേഷിയും കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഉള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. രാവിലെയും വൈകിട്ടും ഒരു 45 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക. വെള്ളം കുടിക്കുക. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക. വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കുക. മാനസികവും ശാരീരികവുമായിട്ട് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.